എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഈ ദൈവസന്നിധിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. പഴയ തലമുറയിലെ ആളുകൾക്കൊക്കെ ചാക്യാരെ കൂത്തൊക്കെ കണ്ടു കാണും. പുതിയ തലമുറയിലെ ആളുകൾ കണ്ടോന്ന് അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിറകിൽ ഇപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, പുലിക്കളിയാണോ? അപ്പോ എനിക്കൊരു സത്യം മനസ്സിലായി. കാരണം ഈ പയ്യൻ പുലിക്കളി കണ്ടില്ല, ചാക്യാർകൂത്ത് കണ്ടില്ല എന്ന കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ ചാക്യാർ ഇവിടെ വന്ന പുരാണ കഥ പറയാനൊന്നുമല്ല, ഇവിടെ പറയുന്ന കുറെ കാര്യങ്ങളാണ്. അതൊക്കെ തമാശ രൂപത്തിൽ മാത്രമേ എടുക്കാവൂ, അല്ലാതെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് കുത്താനൊന്നും പാടി. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒക്കെ തമാശ രൂപത്തിൽ മാത്രമേ എടുക്കാവൂ, പുരാണമല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചാക്യാർക്ക് പറയാനുള്ളത്. അപ്പോ നമ്മൾ ഒന്ന് രണ്ട് ദുരന്തങ്ങൾ കഴിഞ്ഞ് വന്നവരാ അല്ലേ? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ ദുരന്തങ്ങളാണ് നമ്മളിങ്ങനെ അതിജീവിച്ച് വന്നത്? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അവിടെ പറഞ്ഞ ചേട്ടൻ നല്ലൊരു കയ്യടി കൊണ്ട് കൊടുക്കുക. അപ്പൊ കൊറോണയ്ക്ക് മുമ്പ് നമ്മളെ പ്രളയം എന്ന് പറഞ്ഞ സംഭവം ആദ്യം വന്നല്ലേ? പ്രളയം വന്നപ്പോ എന്താ, നമ്മളെ ജാതി മറന്ന് രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചൊരു കുടക്കീലൊക്കെ കഴിഞ്ഞു കൂടി അല്ലേ? പിന്നെന്താ, പ്രളയമായിട്ട് കഴിഞ്ഞപ്പോ എന്താ, ശങ്കരൻ പിന്നെ തെങ്ങിന്റെ മണ്ടയിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഴയ രൂപത്തിലേക്ക് തന്നെയായി. പിന്നെയാണ് കൊറോണ വന്നത് അല്ലേ? കൊറോണ വന്നപ്പോ എന്താ സ്ഥിതി, നമ്മൾ മാസങ്ങളോളം വീടിനടുത്ത് അടച്ചിരുന്ന് മാസ്കൊക്കെ ധരിച്ചിങ്ങനെ നടക്കേണ്ട കാലങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോ ചാക്യാർക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, സമ്പൂർണ്ണ സാക്ഷരത വന്ന നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താന്ന് പറയാൻ പറ്റുമോ? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ വിട്ടുമാറിയിട്ടില്ല. ഉണ്ടോ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാ ഓടുക? ഏതെങ്കിലും മന്ത്രവാദികളുടെ അടുത്തേക്കൊക്കെ ഓടുക അല്ലേ? ഡോക്ടറെ അടുത്തേക്കൊന്നല്ല. കേട്ടില്ലേ? ധനം കൂടും സമ്പാദ്യം കൂടും പറഞ്ഞിട്ട് ഒരു പിടിച്ച പെണ്ണിനെ തലയ്ക്ക്, ഒരു പെണ്ണുങ്ങളെ സ്ത്രീയെ തലയ്ക്ക് അടിച്ച് കൊന്നിട്ട് അവരുടെ അവയവങ്ങളൊക്കെ ഭക്ഷണമാക്കി കഴിച്ച നാടാണ് നമ്മുടെ നാട് ഇല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ചാക്യാർക്ക് വേറൊന്നും പറയാനുള്ളത്, ഈ കൂടുതൽ പെൺകുട്ടികളാണോ? പ്രേമം മധുരം മനോഹരം, പക്ഷേ ആ പ്രേമ നൈരാശ്യം ഒരു സങ്കടം എന്ന് പറയും. ഇതിൽ പ്രേമുള്ള പെൺകുട്ടികളൊക്കെ ഒന്ന് കൈപോക്കിയേ. പുറകുന്ന ഒന്ന് രണ്ടെണ്ണം പെട്ടെന്ന് ഇങ്ങനെ പൊക്കി പെട്ടെന്ന് താല്പര്യം ചെയ്ത്. പിന്നെ അവർ ചിന്തിച്ചത് രക്ഷിതാക്കൾ അറിയുമല്ലോ, കൈ പൊക്കി. അതല്ല ചാക്യാർക്ക് അതിലും അതിശയം വന്നെന്താ അത് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചുങ്ങളെ മടിയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് അമ്മമാരും കൈ ഇങ്ങനെ എന്നൊക്കെ വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊടുക്കുക, കൊച്ചുങ്ങളെ ഉപേക്ഷിക്കുക അല്ലേ? അപ്പോ ചാക്യാർക്ക് പറയാനുള്ളത് ആൺകുട്ടികളോടാണ് ബേക്കറിക്ക് ആൺകുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പെൺകുട്ടികൾ ശരീരം നന്നാകും, മസിലൊക്കെ കൂടുന്നൊക്കെ പറഞ്ഞിട്ട് കഷായം കുടിക്കാൻ തന്നാൽ കുടിക്കാതിരിക്കുക അല്ലേ? കേട്ടില്ലേ? കഷായത്തിന്റെ കഥയൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, എവിടെയാ പൊങ്ങാന്നറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സമ്പൂർണ്ണ അക്ഷരം വന്നോ അപ്പം പ്രേമം. പിന്നെ ചാക്യാർക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, അവിടെ ഇരിക്കുന്ന മഞ്ഞ സാരിയുടെ സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ ചേച്ചിയുടെ ശാരദ ചേച്ചിയാ. മുമ്പൊക്കെ കാണാൻ നല്ല രസമായിരുന്നു, ഇപ്പോൾ കാണാൻ രസമല്ല എന്നല്ലട്ടാ, ഇപ്പൊ കുറച്ച് തടി അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലേ? ഫാഷന്റെ കാര്യമാണ് ചാക്യാർക്ക് പറയാനുള്ള. ഫാഷൻ, ഈ ഫാഷൻ ഇങ്ങനെ പല മോഡലായിട്ട് ഇങ്ങനെ വരിക അല്ലേ? പഴയ കാലം എന്നല്ല, പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? പഴയ കാലത്ത് പാൻറ് ധരിക്കുന്നതാണ് അടൂർവാസിറ്റി കുരിശി എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ പാൻറ് എവിടെയാ? അല്ലേ? പിന്നെ കുറച്ചുകൂടി നമ്മളെ ജേനപ്പോലുള്ള ആളൊക്കെ വന്നപ്പോൾ എന്തായി? അങ്ങനെയായി. പിന്നെന്താ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സത്യല്ലേ? അവരാ പേറ്റ് ധരിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ എന്തായാലും കൊച്ചു കുട്ടികള് നിക്കറൊക്കെ തപ്പിട്ടാന്ന് തോന്നൂല്ലേ? അപ്പോ ഒരു പയ്യനെ ചാക്യാരുടെ വീട്ടിലെടുത്തുള്ള ഒരു അമ്പലത്തിലൊരു പരിപാടി ഇങ്ങനെ നടന്നുകൊടുക്കുമ്പോ ഒരു പയ്യൻ വന്നിട്ട് അവന് ആ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് അവൻ കുനിഞ്ഞിരുന്നിട്ട് നമ്മുടെ ഷൂടെ ആ കയറിങ്ങനെ കെട്ടുക. അപ്പൊ ഒരു പ്രായമുള്ള പെണ്ണുങ്ങൾ പിറകിൽ കൂടെ വന്നിട്ട് ഒരു 5 മുട്ടെടുത്ത് പണ്ണാറ് പെട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പോ അതുപോലെ അത് ശരി. പിന്നെ അവരുടെ മുടിയെ പറ്റി പറയാന്ന് വെച്ചാൽ എന്താ, ഈ ലോറിയിൽ പുല്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? പുല്ല് മാത്രമേ കാണും, മുഖം കാണില്ല. ലോറി കാണില്ല. അതുപോലെ തന്നെ ഇവർ മുഖം അങ്ങനെ ചില
മുടികളെന്നൊക്കെ പറഞ്ഞ ചേനയ്ക്ക് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കിടക്കില്ലേ. അപ്പൊ ആണുങ്ങളെ പറ്റി പറയും പെണ്ണുങ്ങൾ എന്താ അപ്പോ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്കൊരു ഒരു കുറിവരയ്ക്കലുണ്ട് അവിടുന്ന് തൊട്ട് മൂർത്താവിൽ പിറകെ വരെയൊക്കെ പോകുന്നു നല്ല നീളത്തിലാണ് പോവുക അല്ലേ. അപ്പോൾ ഒരു മാസം കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീളം കൊണ്ട് കുറയും. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും പിന്നെ അത് സംഭവം കാണാനില്ല. അപ്പോഴേക്കും അവരുടെ തലവര അവർക്ക് മനസ്സിലായി കാണും. പിന്നെന്താ ഈ ലെഗിൻസ് എന്ന് പറഞ്ഞ സാധനം ചാക്യാർക്ക് കൂടെ മനസ്സിലാകുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ചാക്യാർക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കളറൊക്കെ വാങ്ങിയിട്ട് കാലിലോട്ട് ഇങ്ങനെ അടിച്ച് പിടിപ്പിക്കുക എന്നാ തോന്നുന്നത്. പിന്നെ അവരെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കാര്യം കൂടെ പറയാച്ചായിട്ട് പറയപ്പെട്ട കീറി കക്ഷം വരെ എത്തിയിരിക്കുക. പിന്നെ ഒരു ബസ്സിലൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് ഒരു കാറ്റൊക്കെ അടിക്കപ്പെട്ട ബ്രേക്ക് ഡാൻസ് ഇങ്ങനെ എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ മദ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സമരങ്ങളൊക്കെ നടത്തിയ സ്ത്രീകൾ. അപ്പോൾ എന്താ ആ സ്ഥിതി എല്ലാ മദ്യഷാപ്പിലും ഇപ്പോൾ സ്ത്രീകൾ ഇനി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് ഇതിൻ്റെ സ്മെല്ല് മണങ്ങനെ അടിച്ചപ്പോൾ വീട്ടിലെത്തിയിട്ട് ഈ സ്മെല്ല് കിട്ടിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു സ്ഥിതിയിലൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ചാക്യാർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചാക്യാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി ഒക്കെ തരിക, അനുഗ്രഹിക്കുക.